എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ടത് ഞാനിങ്ങ് എടുത്തു. അതൊന്ന് പറയാന്ന് വിചാരിച്ച് വിളിച്ചതാ. നിനക്ക് സുഗന്ധനല്ലേ? അപ്പോ എന്റെ കുട്ടികളെ? അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടത് ഞാൻ എടുത്തൂന്ന്. എനിക്ക് വേണ്ടത് കുട്ടികളെയായിരുന്നു, പപ്പിയും സത്യയും. അത് ഞാൻ പൂന്നുള്ളി എടുക്കും പോലെ ഇങ്ങെടുത്തു. ഇനി അവരെ എന്ത് ചെയ്യണം എന്നുള്ളത് നീയായിട്ടൊന്ന് സംസാരിച്ചിട്ടാവാന്ന് വെച്ചു. അതാണല്ലോ ഒരു നാട്ടുമര്യാദ. എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നീ ഒരു ചുക്കും ചെയ്യില്ല. ചെയ്യാൻ നിനക്ക് പറ്റില്ല. കാരണം നീ ആ പിള്ളേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ആപത്ത് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. എന്താ എന്താ നിനക്ക് വേണ്ടേ? വേണ്ടത് എനിക്കല്ല, വേറൊരാൾക്കാ. നിനക്ക് വേണ്ടി കോടികൾ ഇറക്കിയ ഒരാള്. ഞാൻ ഫോൺ കൊടുക്കാം. രോഹിത്, ഇത് ഞാനാടാ, ഉപേന്ദ്രൻ. കുട്ടികളെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ ശരിയാക്കണം. എന്തിടപാട് ശരിയാക്കണമെന്ന്? അപ്പോഴേക്കും നീ അതങ്ങ് മറന്നോ? നിന്നെ വിശ്വസിച്ച് ഞാൻ കാശിറക്കി വാങ്ങിയ ആ വീടും പറമ്പും എന്റെ പേരിൽ നീ തിരിച്ചെഴുതി തരണം. അത് ഞങ്ങളെ ചതിച്ച് വാങ്ങിയതല്ലേ. ചെറിയൊരു ചതിയിലൂടെ ഞാനതങ്ങ് തിരിച്ചു വാങ്ങിയെന്ന് വിചാരിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ കാര്യം നീയൊക്കെ അങ്ങ് മറന്നേക്ക്. എടോ, ഞാൻ അവരങ്ങ് തീർത്തേക്കാൻ പോവാ. എന്നെ നിനക്കറിയാമല്ലോ, ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറയൂ. പക്ഷെ അത് ചെയ്ത് കാണിക്കുകയും ചെയ്യും. നിങ്ങളോട് ചതി കാണിച്ചത് ഞാനാ. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ കുട്ടികളെ ഉപദ്രവിക്കരുത്. നിനക്ക് ആ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ തരുന്ന ഡോക്യുമെന്റിൽ ഒപ്പിട്ട് തരണം. എടോ, എന്നാലേ ആ കുട്ടികളെ നീ ജീവനോടെ കണി കാണണം. അവൻ വരും. വരണം, വന്നേ പറ്റൂ. അമ്മ ഒരു മിനിറ്റ്. കഷ്ടം. കുട്ടികളെ തരാം, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തതാ. ആ വീടും പറമ്പും ഞാൻ എന്റെ ഭാര്യ ശ്യാമയുടെ പേരിൽ എഴുതി വെച്ചു. എങ്കിൽ നീ ആ കുട്ടികളെ ഇനി ജീവനോടെ കാണില്ല. ഭാര്യയായിട്ട് മാത്രം കഴിഞ്ഞാൽ മതി. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. ഞാനായിട്ട് തന്നെ ഒപ്പിച്ചു വെച്ചതല്ല, ഞാനായിട്ട് തന്നെ തീർക്കും. ഒപ്പം നിങ്ങളെയും. കുട്ടികളിപ്പോഴും ഞങ്ങളുടെ കയ്യിലാ, വിടാൻ മാറ്. നിങ്ങളിനി ഈ ഭൂമിയിൽ വേണ്ട. രോഹിത്, എന്താ നിന്റെ ഉദ്ദേശം? കുട്ടികൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാ. എന്ത് വേണമെന്ന് എനിക്കറിയാടി. ഞാൻ പറഞ്ഞില്ലടോ ഇവൻ കുഴപ്പമുണ്ടാക്കുന്നു. ചത്തോ? ചത്താ കുഴിച്ചിടും. ഊരും പേരും ഇല്ലാതെ ഭൂമിക്കടി പോകുന്ന അനാഥ പ്രതങ്ങൾക്കൊപ്പം ഒന്നുകൂടെ കൂടും, അത്ര തന്നെ. ഇനിയിപ്പോ പലരും വരും. സംഗതി ചൂട് പിടിക്കും. ഇല്ലെങ്കിൽ പിടിപ്പിക്കണം. എന്നാലേ കൈവിട്ടു പോയതൊക്കെ തിരിച്ച് നമ്മുടെ കൈവെള്ളയിലേക്ക് എത്തും. ചത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഇവനെ പറഞ്ഞു വിടില്ല. നമുക്ക് വരാനുള്ളതെല്ലാം തന്നിട്ട് യമലോകത്തിലേക്ക് ഇവനെ അയക്കൂ.
വാങ്ങിച്ചെടുക്കാവുള്ളതെല്ലാം നിങ്ങൾ വാങ്ങിച്ചെടുത്തോണം. ഇവനെ പറഞ്ഞു വിടുന്ന കാര്യം അതെനിക്ക് വിട്ടേക്ക്. യമപുരിയിലേക്ക് ആളെ കയറ്റി വിടുന്ന ജോലി അതെനിക്കേ ചേരും. അതങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെക്കാം. കിടന്ന് അടിക്കട്ടെന്നേ. വിളിക്കുന്നവർ മടുക്കുമ്പോ നിർത്തിക്കോളൂ. ഇത് മതി ലൊക്കേഷൻ നോക്കി ഇവിടെ എത്താനായിട്ട്. ഇവിടെ വന്നിട്ട് എന്തിനാ ഇവനെയും പൊക്കിക്കൊണ്ട് പോവാനോ? കുട്ടികളെ നമ്മൾ സേഫ് ആയിട്ട് മാറ്റിയിരിക്കുകയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നു കേട്ടിട്ടില്ലേ? ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയും വലിയ ആള് കളിക്കുന്നവനല്ലേ വിഷ്ണു. ഗുണ്ടയാണെന്ന് സ്വയം വീമ്പിളക്കി നടക്കുന്നവൻ. കാണട്ടെ അവന്റെ ഒരു ശൗര്യം. വന്നൊന്ന് കുട്ടികളെ രക്ഷിച്ച് കാണിക്കട്ടെ. എന്നാ ഞാൻ പറയാം അവനൊരു ഒന്നൊന്നര ആണാണെന്ന്. മാഡം, അനു, ഞാനൊരു നമ്പർ അനുവിന് അയച്ചിട്ടുണ്ട്. അതിലേക്ക് അവസാനം വിളിച്ച നമ്പർ ഏതൊക്കെയാണെന്ന് എനിക്ക് അറിയണം. ഓക്കെ മാഡം. റിങ് ചെയ്യുന്നുണ്ട്. ഈശ്വര.